ഇന്നിവിടെ വന്നിട്ടുള്ളത് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ആനവണ്ടിയിൽ ആനന്ദയാത്ര ഉല്ലാസയാത്ര എന്നുള്ള ഒരു ബസ്സാണ്. വയനാടിൻ്റെ ടൂറിസം മേഖല മുഴുവനും ചൂരൽമല ദുരന്തത്തോടുകൂടെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ടൂറിസം മേഖല മുഴുവനും പ്രതിസന്ധിയായ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഒരു മാസത്തോളം. ഇപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനൊക്കെ ഓപ്പണായ ആ ഒരു സന്തോഷത്തിലാണ് ഈ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളടക്കമുള്ള ആളുകളും സ്ഥാപനങ്ങളും ടാക്സി ഡ്രൈവർമാരൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു കാര്യമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. KSRTC അവരുടെ ടൂർ പാക്കേജ് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അവർക്ക് ഒരു സ്വീകരണം കൊടുക്കുകയാണ് ഇവിടെ ഹണി മ്യൂസിയം ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ് ഹണി മ്യൂസിയത്തിൽ ഒരു വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാ ടൂർ പാക്കേജും ഇവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു പാക്കേജ് അവരെ ഒരു മധുരം നൽകുകയും അതേപോലെ തന്നെ അവരൊക്കെ ഡ്രൈവേഴ്സിലേക്ക് ഞങ്ങൾ ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വയനാടിൻ്റെ ടൂറിസം മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ രണ്ട് വാർഡുകൾ ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു രണ്ട് ചെറിയ പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് പ്രളയത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുള്ളൂ. എല്ലാ ഡെസ്റ്റിനേഷനുമാണ് പല ആളുകളും ചോദിക്കുന്നത് വാഹനം വയനാടിൻ്റെ എല്ലാ മേഖലകളും സാധാരണ രീതിയിലാണ്. ഒരു പ്രശ്നമില്ല. വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് അതിൻ്റെയൊക്കെ ഉള്ള ആളുകളൊക്കെ മാറ്റി പാർട്ടിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയനാടിനെ എല്ലാവരെയും നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC ഇനി ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ബഡ്ജറ്റ് ടൂറിസം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട്ടിലേക്ക് പാക്കേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ യാത്രക്കാരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് KSRTCക്കാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ടൂറിസത്തിൽ വയനാടിൻ്റെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സന്ദേശം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആനവണ്ടിയിൽ യാത്ര ചെയ്യും, വയനാടൻ ടൂറിസത്തിന് ഒരു കൈത്താങ് നൽകൂ എന്ന രീതിയിൽ വയനാട്ടിലേക്ക് അനവധി പാക്കേജുകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ KSRTC. മുൻകാലങ്ങളിൽ വയനാട്ടിലേക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടൂർ പാക്കേജുകൾ നടത്തിയത് KSRTC ബഡ്ജറ്റ് ടൂറിസത്തിലാണ്. നമ്മൾ 2 ഡേ പാക്കേജുകൾ, 3 ഡേ പാക്കേജുകൾ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് പാക്കേജുകൾ KSRTCക്ക് നിലവിൽ ഉണ്ട്. KSRTCയുടെ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തുടങ്ങിയ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ് പ്രളയത്തിന് ശേഷം വയനാട്ടിലേക്ക് വരുന്നത്. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് 2 ട്രിപ്പുകളും വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അത് നമുക്ക് എസ്പെഷ്യലി ഇന്ന് ഹണി മ്യൂസിയം ടച്ച് ചെയ്യുന്ന ഒരു ട്രിപ്പും കൂടി ആയിരുന്നു. അതോടൊപ്പം തന്നെ വയനാട് ടൂറിസത്തിന് ഒരു കൈത്താങ് എന്ന രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഓരോ യാത്രകളും ഇനി വയനാട്ടിലേക്ക് ആനന്ദകരമാക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്.